സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സിനിമാ ലൊക്കേഷനുകളിൽ സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിനൊപ്പം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സിനിമാ നയം അംഗീകരിച്ചത്. ഇതെല്ലാം നിലനിൽക്കെയാണ് ഗുരുതര പരാതികൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. അതേസമയം ഇത്തരം പരാതികളിൽ മുഖം നോക്കാത്ത നടപടിയുണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല. ഇതോടൊപ്പം തന്നെയാണ് ഉചിതമായ നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയായിട്ട് അഭിപ്രായം. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ഒരാളിനെ എടുക്കുമ്പോൾ അതവരുടെ ആ രംഗത്തുള്ള കഴിവാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ സിനിമാ രംഗത്ത് അദ്ദേഹം ശ്രദ്ധേയമായ തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്ന നിലയിലും അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെ ചെയർമാനാക്കുക. വീണ്ടും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായ കാര്യം തന്നെയാണ് ഞാൻ കാണുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുക, ഏത് ഉന്നതനാന്തരം നിയമ നടപടി സ്വീകരിക്കുക, അതാണല്ലോ ഗവൺമെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നത്. അത് ആരെവിടെ എങ്ങനെയെന്നുള്ള ചോദ്യം ഗവൺമെന്റ് മുമ്പിലില്ല. വിവരങ്ങളുമായി ആർ റോഷിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, എത്ര ചർച്ചകൾ, എത്രയെത്ര കൂടിക്കാഴ്ചകൾ, എത്രയെത്ര മൂവ്മെന്റുകൾ, എത്രയെത്ര പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലാം നടന്നിരിക്കുന്നു. എത്രത്തോളം നിയമം കർശനമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഒരാൾ കഴിയുമ്പോൾ ഒരാൾ എന്ന നിലയ്ക്ക് ഈ ചൂഷകർ, ഈ അതിക്രമികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തു ചെയ്യാൻ കഴിയും? ബാദു, വീണ്ടും സിനിമാ മേഖലയിൽ അതിജീവിതമാർ സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നപ്പോൾ ഇനിയെങ്കിലും ചൂഷണം സിനിമാ മേഖലയിൽ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയായിരുന്നു സിനിമാ രംഗത്തുള്ളവർക്കും പൊതുസമൂഹത്തിനും ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് സിനിമാ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച നിർദ്ദേശങ്ങൾ, അത് ജനങ്ങളിൽ നിന്നടക്കം നിർദ്ദേശങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ സിനിമാ നയത്തിന് രൂപം നൽകി. അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ സിനിമാ നയം അത് നിയമമായി മാറുന്നു. എന്നിട്ടും ഇതൊക്കെ നടപ്പിലാക്കേണ്ട, ഇതൊക്കെ അംഗീകരിക്കേണ്ടവർ തന്നെ സ്ത്രീ ചൂഷകരായി മാറുന്ന കാഴ്ച, അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഈ രഞ്ജിത്തിന്റെ ലൈംഗിക പീഡനം മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന്, ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തുണ്ടായിരുന്ന രഞ്ജിത്ത് അക്കാദമിയുടെ തലപ്പത്തുണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഹേമ കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകൾ, സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ നടപ്പിലാക്കേണ്ട ശുപാർശകളുടെ കത്ത് അക്കാദമിക്ക് കൈമാറിയത്. പിന്നീട് അത് പരിശോധിച്ചാണ് പിന്നീട് ഈ നയരൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടക്കമിടുന്നത്. അങ്ങനെയൊക്കെ ചുമതലയുണ്ടായിരുന്ന ഒരു സിനിമാ പ്രവർത്തകനാണ് ഇപ്പോൾ തൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു യുവതിയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്നത്, മാനസികമായും ശാരീരികമായും തകർക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ തുടർച്ചയായ പരാതികൾ ഗൗരവതരമെന്ന് തിരിച്ചറിയുകയാണ്. അത് പ്രഖ്യാപിക്കുകയുമാണ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ.